വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടിട്ടാ. ഇപ്പൊ ഞാന് ഇതാ ചിക്കനൊക്കെ ആയിട്ട് വന്ന് ചിക്കനൊക്കെ പിന്നെ അവളെ തിരക്കാതെ ഞാൻ കഴുകിയൊക്കെ വെച്ചെല്ലാം റെഡിയാണ്. അവ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു സാധനം ആ ഉള്ളി വെട്ടാനേ. ഉള്ളി വെട്ടാൻ നോക്കുമ്പോ ഉള്ളി ഇല്ല, തക്കാളി ഇല്ല, പച്ചമുളക് പറഞ്ഞു പോയിട്ടുണ്ട്. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഡെയിലി വ്ളോഗ് ആട്ടോ. അപ്പൊ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ ആരുമില്ല, ഞാനും പൊന്നും മോനും അല്ലേ. അപ്പോ ഒരു നായി അരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കി, കുറച്ച് ചട്ടണി ഉണ്ടാക്കി. അപ്പോ അതായിരുന്നു ഇന്നത്തെ കടി. അപ്പൊ രാവിലത്തെ ഇത് കഴിഞ്ഞു. പൊന്നൂന് ഇന്ന് സ്കൂൾക്ക് പോകണം വിചാരിച്ചിരുന്നു, പക്ഷെ പോകാൻ നേരത്തെ എന്തോ ഒരു ലൂസ് മോഷൻ വയറ്റുനോക്കൊക്കെ ഉണ്ടായപ്പോഴ് അപ്പൊ ഇനി ഞാൻ പറഞ്ഞയച്ചില്ല. പൊതുവേ മടി കാണിച്ചിരിക്കണ, 2 ദിവസം പോവാതായപ്പോ മടി ഉണ്ട്. ഇനിയിപ്പോ നാളെ ഇൻഷാല്ലാ പറഞ്ഞേക്കണം. ഭേദമുണ്ടല്ലോ, പനിയൊക്കെ ഭേദമുണ്ട്. പിന്നെ മേത്തൊന്നും പൊന്തിയിട്ടൊന്നുമില്ല. അപ്പൊ കുളിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചക്ക് ഇതാ ചോറ് ഞാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 11 മണിയായി. അപ്പോ എന്താ പറയാ, ബാക്കി നല്ല അടിപൊളി വിശേഷം കാണിച്ചു തരാം. ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വെള്ളം തിളച്ച് ഞാൻ അരിയിട്ടിട്ടാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ സംഭവം എന്താ, നല്ല അടിപൊളി ചക്ക. പിന്നെ ഇത് ഇന്നലെ മൗലൂദിന് കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ കുഞ്ഞിപ്പ കൊടുന്ന വെച്ചാട്ടാ. ജഗ്ഗുണ്ട്, ട്രേകളുണ്ട്. എന്താ ഇതൊക്കെ നമ്മളെ മുത്തൂനും കുട്ടിമോനും മോനും ഒക്കെ കൂടി സമ്മാനം കിട്ടിയതാ. അതേപോലത്തെ പ്ലേറ്റുകളും മാഷാ അല്ലാ. ഇത് 5 ഇങ്ങനത്തെ 5 ഉണ്ട്. പിന്നെ വേറെ 2 ഉണ്ട്. അത് ഇങ്ങനെ കൊടുന്നല്ലോ, അത് കൊടുന്നു അല്ല, അത് അവിടുന്ന് കൊടുന്നിട്ടില്ല. 2 തളിക വേറെ ഉണ്ട് വട്ടത്തിലുള്ളത്. പിന്നെ വേറെ തളിക ഉണ്ട്. അങ്ങനെ മൊത്തം 9 തളിക ഉണ്ട് കേട്ടാ. ഇങ്ങനെ ട്രേ തളികാന്ന് നമ്മളിവിടെ തളികാന്ന് പറയണേ. നിങ്ങളവിടെ എന്താ ട്രേ എന്നാണ് പൊതുവെ പറച്ചില്. അപ്പൊ ചക്ക അതാണ് ഇന്നത്തെ വിഷയം. കണ്ടില്ലേ ചക്ക? ഈ ചക്ക എൻ്റെ ഇളച്ചി കുഞ്ഞുമോളെ വീട്ടിൽ നിന്ന് അവിടെ പൊന്മുണ്ടത്ത് നല്ല ഈ ചക്കങ്ങൾ ഒരട്ടം തിന്നാ വീണ്ടും തിന്നാൻ കൊതിച്ചു പോകും. അങ്ങനത്തെ ചക്ക നല്ല ടേസ്റ്റാ, ഒന്നും പറയില്ല. പേര് നല്ല മധുരവും, മഴ പെയ്താലും ടേസ്റ്റ്, വെള്ളം ഇറങ്ങാതെ ടേസ്റ്റ് ഒരിക്കലും പോവാത്തൊരു ചക്ക ഉണ്ടത്. ഞങ്ങള് ചക്കക്കാലായാല് കുഞ്ഞുമോളോട് ചക്ക കൊണ്ടുവരണ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അവിടുന്ന് ചക്ക കൊടുന്നാല് ഒന്നും പറയല്ലേ, നല്ല ടേസ്റ്റ്. ഓളിപ്പോ പൊയ്ക്കണിട്ടാ. തന്നെയല്ലേ ഇത് മിഞ്ഞാന്ന് കൊടുന്നതാണ്ടത്. ഞാൻ പാത്ത ചെയ്യുന്നത് ഇന്നലെ. പിന്നെ ആ പടയിൽ എടുക്കാൻ പറ്റിയില്ല, എല്ലാരും കൂടി ഉണ്ടായപ്പോ എടുക്കാൻ. പിന്നെ അവിടെ അല്ലേ ബിരിയാണി എന്തൊക്കെ അതിന് മേലെ നമ്മളിപ്പോ ഇത് തിന്നൂരല്ലോ, അപ്പൊ എടുക്കാൻ പറ്റിയില്ല, മറന്നു. അപ്പൊ ഇന്ന് കുഞ്ഞിപ്പ എന്താണ് കുഞ്ഞുമോക്ക് പോവാനും വേണ്ടിയിട്ട് ചക്ക അവിടെ വീണ്ടും പൂത്തുണ്ട് പറഞ്ഞപ്പോഴേ കുഞ്ഞിപ്പോ 2 ദിവസം മുന്നേ 3 ഒന്നായിട്ട് പോയി കൊടുന്നേന്ന് പൊന്മുണ്ടത്തുനിന്ന്. അപ്പൊ എന്താ പറയാ, ഈ ചക്ക നമുക്കൊന്നും തരാൻ കഴിയൂലല്ലോ, അത്രക്കും ടേസ്റ്റാ. ഒന്നും പറയണം, പെരും ടേസ്റ്റ്. ഞാൻ ഒരുപാട് ചക്ക കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെറൈറ്റിയാണ്. ഈ ചക്ക നല്ല മധുരവും നല്ല ടേസ്റ്റുവാ. അവിടെ കൊല്ലത്തിലും കുഞ്ഞുമോളോടുന്ന് ചക്ക കൊണ്ടുവരാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാ. കുഞ്ഞുമോളെ കിട്ടുന്നത് അവിടുന്ന് താത്ത വിളിച്ച് പറയും, കുഞ്ഞുമോളെ നാത്തൂന് റസിയാത്ത വിളിച്ച് പറയും ചക്ക ഉണ്ട്. അപ്പൊ കുഞ്ഞിപ്പോ സ്കൂട്ടിയിട്ട് പോയിട്ട് ചാക്കിലാക്കി കൊണ്ടുവരും. ഇപ്പൊ മിഞ്ഞാന്ന് ഒരു 4 ദിവസം 5 ദിവസമായിട്ടായി ചക്ക 3 എണ്ണമായിട്ട് കൊടുന്നീന്. കൂട്ടാൻ വെക്കാനും വേണ്ടിട്ട് എടുത്ത് നോക്കുമ്പോ അത് മൂത്തിട്ടുണ്ടാവും, മധുരം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പൊ പൊതു കൂട്ടാൻ വെക്കാനാണ് കൊണ്ടുവരുന്നത്. കൊടുന്ന് കഴിയുമ്പോ ഇവിടെ എത്തി പിറ്റേന്ന് പൊളിച്ചുമ്പോ മധുരം വെച്ചിട്ടുണ്ടാവും. അപ്പൊ എടുത്ത് വെച്ച് അങ്ങനെ ഇപ്പതാ ഞാനിപ്പോ അത് ഇരിഞ്ഞിങ്ങാണ്ട് വെക്കേ. ഇങ്ങനെ ഇതിപ്പോ 4 ദിവസമായില് വെച്ചപ്പോ നിന്ന് എടുത്ത് നോക്കിയപ്പോള് കുഞ്ഞിപ്പോ എടുത്ത് നോക്കിയപ്പോ ചീഞ്ഞിങ്ങണ്ട്, ഇങ്ങനെ അലിഞ്ഞിങ്ങണ്ട് ചിലയിടത്തൊക്കെ. അപ്പൊ അങ്ങനെ വീണ സ്ഥലത്തായിട്ടാവും, നിലത്ത് വീണ കഴിഞ്ഞല്ലോ അപ്പൊ ചീഞ്ഞ്. പിന്നെ ഓളെ കാലുമ്മ ചെറുതായിട്ട് എന്താ ഓട്സ് ഉണ്ടാക്കിയപ്പോള് ആ ഓട്സ് കാലുമ്മക്ക് നേരെ വന്ന് ചട്ടി ഒരു ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ചതാണ്. ചട്ടി നേരെ മറിഞ്ഞിട്ട് ഓളെ കാലുമ്മക്ക് ആ ഓട്സ് വീണിട്ട് കാലിന് ചെറിയ പൊള്ളലുണ്ട്. അപ്പൊ അത് നല്ല പൊള്ളിക്കണിപ്പോ. അത് ആദ്യം ശ്രദ്ധിച്ചില്ല. നമ്മളിപ്പോ പൊള്ളുമ്പോള് നമ്മളെ കുട്ടികളതൊക്കെ നമ്മള് പെട്ടെന്ന് എടുത്ത് ഓടും. അപ്പൊ നമ്മളത് നമ്മള് മെയിൻറ്റെയിൻ ചെയ്യൂല. ഉമ്മാരതും ഉപ്പാരതായാലും നമ്മള് മെയിൻറ്റെയിൻ ചെയ്യൂല. ഇപ്പാരത് പിന്നെ നമ്മള് ചീത്തറിട്ട് പോയി, പക്ഷെ നമ്മള് ആ മാറിക്കോളും അത് അത്രയല്ലേ ഉള്ളൂ വിചാരിച്ച് നമ്മളിങ്ങനെ കൊണ്ടിറക്കും. അങ്ങനെ ആയി ഏതായാലും പഴുത്തക്കണ്. അപ്പൊ കെട്ടിച്ചിക്കാണ്ട് കാലൊന്നും നിലത്ത് വെക്കരുത്, കാല് നീട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞേന്ന്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓള് നിക്കാൻ വെക്കണം ഓളെ വീട്ടിക്ക്. അപ്പൊ എന്താ പറയാ, അപ്പൊ ചക്ക ഇനി പാടനം ഉണ്ടോണ്ടല്ലോ. അപ്പൊ കുഞ്ഞിപ്പ പൗത്ത ചക്ക ബാക്കി ഒന്നുള്ള ഇവിടെ കൊടുന്നു തന്നേന്ന്.
അപ്പോൾ എപ്പോൾ കൊടുന്നാലും ചക്ക ഞങ്ങൾ രണ്ടോട്ടും കൂടി തിന്നലിട്ടാ. ഇതെന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളോട് ഇത് പറയാതിരിക്കാൻ പറ്റൂല, നിങ്ങൾ കൊതി കൂടണ്ട കേട്ടോ, അത്രക്കും ടേസ്റ്റുള്ള ചക്ക. അപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ചക്ക ആയിട്ട് കണ്ട് ഇരുന്നാലും ഇത് ചീഞ്ഞു പോവും. ഇത് മിഞ്ഞാന്ന് കൊടുന്നേനോ, അപ്പൊ ഇത് ചീഞ്ഞ അപ്പൊ ഇരിഞ്ഞുകാണ്ട് ചോളാക്കി വെച്ച് കഴിഞ്ഞാല് കുപ്പായിട്ട് കൊണ്ടുവാ കുപ്പായിട്ട് കൊണ്ടുവാ. എന്നിട്ട് സംസാരിക്കാനാണോ കള്ളത്തരം കാട്ടിയേണ്ടത്? അപ്പൊ ഞാൻ ചോറുണ്ടാക്കാനാ, കൂട്ടാനായിട്ട് ആളെത്തിയിട്ടില്ല. പിന്നെ ചീരൻ്റെ ഉണ്ട് ഫ്രിഡ്ജില് ആയിട്ട് ഒപ്പിക്കാം. മീന് ഉണക്കമീനുണ്ട്. ഉണക്കമീൻ കുറേ ഇവിടെ കൊണ്ടല്ലേ ഇല്ല ഉണക്കമീൻ. അപ്പം ഇന്ന് ഉണക്കമീൻ പൊരിച്ചതും ചീര താളിച്ചതും നോക്കട്ടെ. ഞാൻ അരി ഇടട്ടാ, വെള്ളം തളിച്ചിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടാണ് പോകുന്നതാ. അപ്പം ഞാൻ എന്താണ് ഗ്യാസ്മേലാട്ടാ അരി ചോറ് വെക്കല് ഗ്യാസ്മേലാണ്. ഞാൻ അടുപ്പത്ത് വെക്കലില്ല, അടുപ്പ് ഞാൻ കത്തിക്കലില്ല. വിറകില്ല, വിറക് വേണമെങ്കിൽ നല്ല സംഖ്യ വേണമല്ലോ ഇപ്പം വിറകിന്. അപ്പം പിന്നെ വിറക് കൊടുത്തിട്ട് ഞങ്ങൾ ഗ്യാസ്മേൽ വെക്കും. പിന്നെ അരി ഇതണ്ടില്ലേ, അരി ആകെ കുറച്ച് ആവശ്യമുള്ളൂ. 1.5 നാഴി അരിയെ തീമിട്ടുള്ളൂ 2 നേരത്തിന്. ആരും കഴിക്കൂല. എന്താ വെച്ചാൽ ഞാനും ഭാവിയാണ്, ഞാനും ഫുഡ് കുറച്ചാണ്, ഭാവി കുറച്ച് വയ്ക്കുള്ളൂ. പിന്നെ പൊന്നുമല്ലേ, പൊന്നുവിൻ്റെ ഒന്നും ഇപ്പോൾ ഒരാളതി കൂട്ടാൻ പറ്റും. പിന്നെ കുട്ടിമോനും ലേശം കഴിക്കുള്ളൂ. അപ്പൊ കുറച്ച് അരി ഉണ്ട്, അപ്പൊ അത് കഴിക്കട്ടെ. ആ അടുപ്പ് ഞാൻ ആണ്ട് അരുവക്ക് നീക്കോട്ടെ പണി കഴിഞ്ഞാല്. പിന്നെ എനിക്ക് എന്താ പറയാ, എനിക്കാണ്ട് എത്തിയല്ലേ, അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വലിച്ചു. അപ്പൊ അതാണ് അടുപ്പ് ചെരിഞ്ഞിരിക്കണത്. ഇവിടെ ഞങ്ങള് ഇതല്ലേ ഈ അടുപ്പ് നന്നാക്കണം. അത് കുഴപ്പമില്ല, നല്ല കത്തുട്ട അടുപ്പ്, നല്ല അടുപ്പാണ്. അപ്പൊ ഇതാ ഇങ്ങനെ മൂടിയേക്കും ഞാൻ. പിന്നെ പുറത്തേക്ക് തളിച്ച് പോലല്ലോ. പക്ഷെ ഇപ്പൊ തീ കൂട്ടി വെച്ചിട്ടാണ്. ഇങ്ങനെ കൂട്ടിന്റെ ശേഷം നല്ല തളിച്ചതിന്റെ ശേഷം പുറത്തേക്ക് ഇങ്ങനെ പോവിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ചൊക്കെയാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മക്ക് എവിടെയും പോയാലേ വേവോളം. അപ്പൊ ഇനി ഇതും കൂടി ഞാൻ ഇരിയട്ടാ, ഇരിഞ്ഞ് വെച്ചിട്ട് വരാം. ഇത് നാളെ ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താന്ന് വെച്ചാല് കുട്ടിമോന് കോളേജിൽ പോയതല്ലേ. അപ്പം കോളേജിൽ നിന്ന് വരുവിക്കാരം വൈകുന്നേരം 3 മണിക്ക് ശേഷം ഞങ്ങൾ പോകണം. അപ്പൊ പിന്നെ എത്തുവിക്കാരം. അപ്പം ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഞങ്ങൾ അവിടെ എണീക്കാരം. മിക്കവാറും ഇനി വൈകുന്നേരത്ത് താത്താന്റെ വീട്ടിലല്ല. അപ്പൊ ഞാൻ അത് ഇവിടെ വീഡിയോ ഇത് അവസാനിപ്പിച്ചതല്ലേ. ഞാൻ വൈകുന്നേരം വരെയുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇനിയിപ്പോ താത്താൻ്റെ കൂടെ പോണതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റാ പോകാൻ വന്നിട്ട് വേണം പോവാന്. അപ്പൊ പിന്നെ എന്താ പറയാ, ഞങ്ങൾ ചിലപ്പോൾ രാത്രിയൊക്കെ ആവും എത്താൻ. അവിടെ പോയാൽ പിന്നെ താത്താൻ്റെ അവിടെ പോയാലൊന്നും പെട്ടെന്ന് പോരാൻ പറ്റില്ല. 3 ആളവിടെ പോയാലും പെട്ടെന്ന് പോരൂല. അവിടെ നമ്മൾ പോവാൻ പെട്ടെന്ന് പോരും എന്നൊക്കെ പറയണ പോവും. അവിടെ ചെന്നാൽ അങ്ങനെ ഇരിക്കും, അങ്ങനെ നേരം വെക്കും. ഇനി വലിയ താത്താടെ പോയാലും ചെറിയ താത്താടെ പോയാലും സൂറാത്താടെ പോയാലും അങ്ങനെ തന്നെ. പോയാൽ പിന്നെ എന്താ വെച്ചാല് 3 ആളും സെയിം ആട്ടാ. എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ വിടൂലോല്. അത്രക്കും ഇഷ്ടമാണ് ഞങ്ങളൊക്കെ ചെല്ലണത്. എന്താ വെച്ചാ 3 ആളും ഒരേ മൈക്ക് തന്നെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയിട്ട് വിടൂല. തിന്ന് അത് ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിച്ചിട്ട് അവിടെ നിന്ന് വിടുള്ളൂ. അപ്പൊ അങ്ങനൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ അവിടേക്ക് ഒരു ടൈം വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോയി വരാന്ന് വെച്ചിട്ട് അവരെ 3 ആളടുത്തേക്കും പോകാൻ പറ്റൂല. അത് അവരെ മക്കളുടെ അടുത്തേക്ക് പോയാലും അങ്ങനെ തന്നെ കേട്ടോ. താത്താരെ മക്കളുടെ അടുത്തേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. നമ്മളെ വിടൂല പോലെ ഫുഡൊക്കെ ഉണ്ടാക്കിച്ച് തീരിച്ചിട്ട് നമ്മളെ വിടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ കാണാം. ഇന്നലെ പിന്നെ മൗലൂദിന്റെ വീഡിയോയിൽ കുറേ ആൾക്കാരെ കാണിക്കാൻ പറ്റാത്തതുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും നമ്മൾ ഒരാളും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ വീഡിയോയിൽ കാണുന്നതിനുള്ള. അപ്പം പിന്നെ കാണിക്കാൻ പറ്റാത്ത പോലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്നാലും കുറച്ചൊക്കെ ഉൾപ്പെടുത്താൻ പറ്റി. ഫുള്ളായിട്ട് എല്ലാവർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല അടിപൊളിയായി അൽഹംദുലില്ലാഹ് റാഹത്തായി കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി. നമ്മൾ പണം കൊണ്ടല്ല, നമുക്ക് എന്ത് വന്നാലും കുറെ പണം ഇതൊന്നും ഉണ്ടായിട്ടില്ല. ബന്ധങ്ങൾ തന്നാല് നല്ല പെരുമാറ്റവും നല്ല സ്വഭാവം, അതാണ് കുടുംബം തന്നാല്. വിളിച്ചാല് വരും. അപ്പം വല്യമ്മ വിളിച്ച് മക്കളൊക്കെ ഓടി വന്ന്, പേരക്കുട്ടികളും മക്കളൊക്കെ ഓടി വന്ന്. അതാണ് ഒരു ബന്ധം എന്ന് പറഞ്ഞാല്. നമ്മള് പൈസ കുറെ ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാല് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓൽക്ക് ചിലപ്പം പൈസ ഒന്നും തരാൻ കഴിയൂല, നമ്മളോട് നല്ല വാക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. 3 താത്താരും 3 താത്താരും മക്കളും എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ടെൻഷൻ ഉണ്ടായാൽ ഓലെ കൊണ്ടൊന്നും തരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെന്ത് ചെയ്യും, ബാവ ഇങ്ങനെ ഉണ്ടല്ലേ ബാവ എന്നുള്ള ഇന്നാലും വിളിച്ചിട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു നല്ലൊരു പെരുമാറ്റം എല്ലാവർക്കും.
പണി കഴിഞ്ഞ് വരുന്ന ഗൃഹനാഥൻ ബിരിയാണി. ഗൃഹനാഥൻ എന്താ കൂട്ടാൻ കൊടുത്തിങ്ങനെ? നീ കഴിഞ്ഞോ? ഇത് രസല്ലേ കാണാന്? നല്ല ഗ്ലാമറില്ലേ? ഗ്രഹനാഥന്മാർ അത്ര ഗ്ലാമർ. ആ ചെമ്പട്ടി ഇത് തളിക തുറന്നു നോക്കി, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഇഷ്ടല്ലേ? ക്ഷീണം മാറ്റാനാ. കുരു കളയണ്ട, ചൗണി കളയണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇരുന്ന് തിന്നാ മതി. ചായ ചൂടാക്കണ ഒഴിച്ച് ഇത് രീക്കും ഞാൻ കാത്തുനിന്ന് ഒഴിച്ച് ചായ ഞാൻ ഒഴിച്ച്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇപ്പൊ ഇതിനെ പറ്റി വിവരിച്ചിട്ടുള്ളൂ. അല്ലേ? പൊന്മുണ്ടത്തെ ചക്ക എന്ന് പറഞ്ഞൊരു പേരാണ് അല്ലേ? വേറെ ഒന്നും കിട്ടൂല ഈ ചക്ക. ഞാൻ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്, മുളപ്പിച്ചിട്ട് കൊണ്ടേ കുഴിച്ചിടണം. നമ്മക്ക് കിട്ടിയില്ല, നമ്മളെ പേരക്കുട്ടിയൊക്കെ നിന്നാലോ അല്ലേ? അങ്ങനെ ഉള്ളു. പൊന്മുണ്ടത്തെ ചക്ക ഒരു പേരാണ്, അത് വേറെ ഒന്നും കിട്ടൂല അല്ലേ? നമ്മൾ വേറെ ഒന്നും ഇങ്ങനത്തെ ചക്ക തിന്നിട്ടില്ല. പൊന്മുണ്ടൻ ചക്ക സർപ്രൈസ് ആയില്ലേ? ഞാൻ ഇരിഞ്ഞ കുഞ്ഞിപ്പ പിന്നെയും കൊണ്ടു വന്നിക്കണേ. അതാ അവിടെ അതാ ആ കുഞ്ഞുമോള് പോയല്ലോ. ആ കുഞ്ഞുമോള് പോയി. ഇമ്മ സൂറാത്താർക്ക് പോണേ. കുഞ്ഞിപ്പ കൊണ്ടായി കൊടുക്കണേ വണ്ടിയില്. ഇന്ന് എത്ര ലോഡ് ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാ. അല്ലേ? മഴ ആവുമ്പോ ലോഡ് കിട്ടാതെ കിട്ടുമ്പോ സന്തോഷം. ഇങ്ങനെ വേണം ഇപ്പൊ ഭാര്യമാരായിട്ടാ ഇങ്ങനെ വരുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഭാര്യമാര്. ഫുൾ ടൈം ഒന്നും ഇങ്ങനത്തെ ഭാര്യമാരുണ്ടാവില്ല. പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ചില നേരത്ത് മെയിൻ ചെയ്യൂലല്ലോ. മെയിൻ അല്ല, നമ്മളൊന്നും ഉണ്ടാവൂല. എന്തെങ്കിലും പണിയിലൊക്കെ ആവുമ്പോ ഇല്ല ഒന്നും ഇങ്ങനെ ഒന്നും നമ്മളോട് ഉണ്ടാവൂലല്ലോ വരുന്ന നേരത്ത് തരാൻ. പിന്നെ ഉണ്ടെങ്കിൽ പഴയ ദോശ ഉണ്ടാവുന്നുണ്ടല്ലേ? മൂന്നിട്ടുണ്ട്. ഇത് വന്നേക്ക് തിന്നും. അല്ല ഇപ്പൊ നമ്മളോട് വന്നേക്ക് ചോദിക്കും, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ചായ വെള്ളം വേണ്ടേ? എന്താ ക്ഷീണിച്ചിങ്ങനെ ചോദിക്കും, മുഖത്ത് ക്ഷീണം കണ്ടാൽ ചോദിക്കും. പിന്നെ നിങ്ങളധികം വരല് ചോറുന്നണ നേരത്തൊക്കെ അല്ലേ? പിന്നെ ചോറുന്നണല്ലേ? പിന്നെയുള്ള രാവിലത്തെ കടി ചോദിച്ചിട്ടാ വരല്. അത് ഇവിടെ ചെലപ്പോ ഉണ്ടാവില്ല, ചെലപ്പോ ഉണ്ടാവും. അപ്പൊ ഭാര്യമാർ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോ നമ്മള് ജസ്റ്റ് ഒരു താങ്ക്സ് പറയണം. താങ്ക് യു. ഞാനും പൊന്നും കൂടി തിന്ന് മുഴുവനാക്കി എത്രയേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മടുത്ത് ഇതിമക്ക് നോക്കാൻ പറ്റണില്ല. അത്രക്കും തിന്ന്. ഇനിയിപ്പൊ ഉച്ചക്ക് ചോറന്നെ ആവശ്യമില്ല, അത്രക്കും തിന്ന്. ഞാൻ അങ്ങനെ വെച്ചാല് ഇരിയുമ്പോ തിന്നൽ തുടങ്ങും. ഇരിഞ്ഞ് ലാസ്റ്റ് ഇവര് തിന്നണ നേരത്തെ എനിക്ക് വേണ്ടിയില്ല. ടേസ്റ്റാണ്. അപ്പളേ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടിട്ടാ. ഒന്നുള്ളൂ. ഞാന് ഇതാ ചിക്കനൊക്കെ ആയിട്ട് വന്ന് ചിക്കനൊക്കെ പിന്നെ അവളെ തിരക്കാതെ ഞാൻ കഴുകിയൊക്കെ വെച്ചെല്ലാം റെഡിയാണ്. അവ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു സാധനം. ആ ഉള്ളി വെട്ടാനേ. ഉള്ളി വെട്ടാൻ നോക്കുമ്പോ ഉള്ളി ഇല്ല, തക്കാളി ഇല്ല, പച്ചമുളക് പറഞ്ഞു പോയിട്ടുണ്ട്. ചെയ്യാത്ത കാര്യമാണ്. വെളുത്തുള്ളി ഇല്ല, വെളുത്തുള്ളി ലേശണ്ട്. ഉള്ളി, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്. ഇത് തിരിയിട്ട് തെരഞ്ഞ മനസ്സിലായില്ല. തിരിയിട്ട് തെരഞ്ഞാൽ കിട്ടാനില്ല. അപ്പോ ഇനിയിപ്പോ ആ സാധനമൊക്കെ പോയി വാങ്ങിയിട്ടാണ് ഇനിയിപ്പോ കറിയിൽ ഇടാവന്. അപ്പൊ ഇജാതി ഐറ്റങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊന്നും പറയണ്ട. എന്താ വെച്ചാല് ഈ കറി ഇതൊക്കെ ഉണ്ടാക്കാൻ സമയത്തേക്കാൾ ഇന്ന സാധനം ഇല്ല, അതില്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ. ഏതായാലും ഞാൻ സാധനം വാങ്ങിയിട്ട് വരാം അല്ലേ? വാങ്ങിയല്ല, വേറെ നിർവാഹമില്ലല്ലോ. ഓക്കെ, ഒന്നുള്ളൂ. അപ്പൊ ഈ ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യോണ്ടിട്ടാ. എന്താ ചെയ്യാ? അപ്പോ ചക്ക തിന്നലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കുറച്ച് ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കാണ്ട്. ചിക്കൻ കറി ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കണില്ല. ചീര ഒന്നും ഉണ്ടാക്കണില്ല, ചീര നാളെ ഉണ്ടാക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് ഡ്രൈവിങ് സ്കൂൾക്ക് പോവാണ്ട്. കുറേ ദിവസമായിക്കൊണ്ട് പോയിട്ട് മടി. എന്താണെന്നറിയില്ല, കുറേ ദിവസം പോവാതായിട്ട് എന്തോ മടി. അന്ന് കുറേ മുമ്പ് നിർത്തി വെച്ചതായിരുന്നു. അത് എന്താ വെച്ചാൽ ഓൽക്ക് വിളിച്ചപ്പോഴൊക്കെ ഉച്ചക്ക് ഞാൻ വിളിക്കുമ്പോൾ ഓൽക്ക് എച്ചിൻ്റെ ക്ലാസ് ഉണ്ടാവും, 8ന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ പോവാതായിക്കാണ് എന്ത് ചെയ്ത് എനിക്ക് മടിയായി. ഇപ്പം പിന്നെ അവരിങ്ങോട്ട് വിളിച്ചാൽ തുടങ്ങിയത് എന്താ വെച്ചാൽ എന്താ പറയുക 8 എച്ചോ എന്തോടാനുള്ള ഡേറ്റ് ആണ് പറഞ്ഞത്. ടെസ്റ്റിനുള്ള റോഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാക്കൂലേ, അതിനുള്ള ഡേറ്റ് 18-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റിന് കൊടുത്തുക്കണേ. ഇപ്പം നിങ്ങൾ വരി, നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ തുടങ്ങിയാണ്. അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും 3 മണിക്ക് പോയോക്കട്ടെ.
ഏതായാലും ഒരുങ്ങിയില്ല, ഞാൻ മുഴുവനാക്കാം. ഇറക്കച്ച് നിർത്തിയപ്പോൾ ഒരു മടിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഇമ്മാക്കപ്പോൾ സൂറാത്താൻ്റെ വീട്ടിൽ പോകണം, കാലടിക്ക്. അപ്പം ഇമ്മാനെ കൊണ്ടാക്കാൻ പോവാണ്ട് ചിക്കൻ ഉണ്ടാക്കട്ടെ. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് 3 മണിക്ക് അവിടേക്കും പോകണം. അത് കഴിഞ്ഞിട്ട് താത്താൻ്റെ അവിടേക്കും പോകണം. അപ്പം ഇന്നത്തെ അപ്പോൾ എന്താ പറയാ, കൊറേ ഡെസ്റ്റിനേഷൻ ഒന്ന് പോയി അന്ന്. ഇന്നാണല്ലോ ശരിക്കുള്ള ഗുരുനാഥനെ കണ്ടത് മാളോ അല്ലേ? പേരും ചീത്തട്ടെ, ചീത്തോട് ചീത്ത. അപ്പൊ KPP ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് കോട്ടക്കൽ KPP ഡ്രൈവിംഗ് സ്കൂൾ പരമ്പരങ്ങാടിയുള്ള അതിൽ വന്ന് പഠിപ്പിക്കുമ്പോ അല്ലേ അതിന്റെ മുതലാളിന്റെ ബഷീർ. എന്താ പറയാ, മൂപ്പര് നേരെ പഠിക്കുമ്പോ അധികം ബഷീറൊക്കെ പഠിപ്പിക്കണം. ഞാനതാ പറയണേ, അതാണ് പഠിപ്പിച്ചിട്ട് നമുക്ക് പണി. ഞാൻ പറയാ, ഞാൻ മറ്റോ ആളെ കുറ്റം പറയല്ലേട്ടാ. ഓൻ തന്നെ എല്ലാരും നല്ലപോലെ പെരുമാറണേ. പക്ഷെ ഇതന്നെ 15 ദിവസം കൊണ്ട് പഠിന്റെ ബഷീറൊക്കെ പഠിപ്പിക്കും. 8 ദിവസം കൊണ്ട് പഠി. ഇന്നുണ്ടെങ്കിൽ കുറച്ച് ചീത്തോട് ആ വണ്ടി തുടങ്ങി മുതൽ ചീത്ത, ലാസ്റ്റ് വന്ന് നിർത്തോളം ചീത്തത്. ഏതായാലും ഇന്നത്തെ പഠിപ്പ് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നാളെ വരണെന്ന്. മറ്റേക്ക് തോന്നിയില്ല. അപ്പൊ ഏതായാലും ഒരു 10-15 ദിവസം കൊണ്ട് മാളൊരു ഡ്രൈവർ ആവും ഇൻഷാ അല്ലാഹ്. എന്നോടൊപ്പം പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാതിരിക്കൂല എന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ചക്കക്കുരു വേണമെങ്കിൽ തരണ്ട്, ചക്ക വേണമെങ്കിൽ തരൂല കേട്ടാ, ചക്ക കഴിഞ്ഞേക്കണ്. അപ്പോൾ എന്താ പറയുക, ഇനി നാളെ ഒരു ചക്ക വെട്ടാണ്ട്, ഒരു പകുതി വെട്ടാണ്ട്, ആവശ്യമുണ്ടെങ്കിൽ വാണി വന്നാൽ നാളെ തിന്നാം. എപ്പോഴാണ് തിന്നതെന്ന് ഞാൻ പറയില്ല. അപ്പം എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, നാളെ കാണാം. നാളെ താത്താൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ആ വീഡിയോ എനിക്കറിയാം നാളെ വരില്ല കേട്ടോ. അപ്പം ഇൻഷാ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ താത്താൻ്റെ വീടൊന്നും കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. പക്ഷെ ഇപ്പോൾ വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ താത്താൻ്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാം, അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം. നല്ല രസമാണ് അവിടെ. അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരം പോകണം ഇൻഷാ അല്ലാ. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ബൈ.